ഹായ് ഡീസ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നിങ്ങളിലേക്ക് പണം ഒഴുകി വരാനായിട്ടൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ പേര് എഴുതിക്കൊണ്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ഇത് 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. 7 പ്രാവശ്യം വെച്ച് എഴുതണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ്. അതിനു മുമ്പ് കുറച്ച് നിർദ്ദേശങ്ങൾ തരാം. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഏകാഗ്രമായിട്ടൊരു സ്ഥലത്തിരുന്നു കൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കോൾ ചെയ്യും. ചില ആളുകൾ നിങ്ങളുടെ അരികത്തേക്ക് വരും. അപ്പോഴൊന്നും നിങ്ങൾ അനങ്ങരുത്. നിങ്ങൾ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുക. അവരെ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ചെയ്യുന്ന ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറേ പൈസ കിട്ടി. അപ്പോൾ ആ പൈസ ഉപയോഗിച്ച് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു. അത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരികയാണ്, അല്ലേ? ഒരു ആനന്ദം, സന്തോഷം വരികയാണ്. ഓ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ, എനിക്ക് സന്തോഷമായി, താങ്ക് യു ഗോഡ്, അല്ലേ? ഇപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാം കാണുകയാണ്, അതിലും കൂടി ലയിച്ചിരിക്കുകയാണ്, അല്ലേ? മതിമറന്നിരിക്കുക, വേറെ ഒന്നിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴും നിങ്ങളവിടെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, ഓരോ പ്രാവശ്യവും നിങ്ങളുടെ പേരെഴുതുമ്പോഴും നിങ്ങൾക്ക് പണം കിട്ടിയതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ആനന്ദം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ പ്രക്രിയ ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 14,000 രൂപ കിട്ടി, വളരെ അത്യാവശ്യമുള്ള സമയത്താണ്. വണ്ടർഫുൾ, അമേസിങ്, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഇതിപ്പോൾ കിട്ടിയില്ലായിരുന്നെങ്കിലോ, അല്ലേ? ഇങ്ങനത്തെ ഒരു ഫീലിങ്സ്, ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായി. കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാനങ്ങോട്ട് വല്ലാതെ വിഷമിച്ചു പോയി. ആ സമയത്ത് എനിക്ക് വളരെയധികം അത്ഭുതകരമായിട്ട് 14,930 രൂപ കിട്ടി. എൻ്റെ അക്കൗണ്ടിൽ വന്നു. ആ പൈസ എനിക്ക് സ്വന്തമായിട്ട് കിട്ടി. ആരിൽ നിന്ന് കടം വാങ്ങിച്ചതോ ചോദിച്ചതോ അല്ല. അതാണ് ഞാൻ പറയുന്നത്, മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ച് ഞാൻ കാര്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ഇതുപോലത്തെ ഒരു പുസ്തകമോ ഒരു വെള്ള പേപ്പറോ എടുക്കുക. പ്രത്യേകതയുണ്ട് ഇതിൽ ഈ പേപ്പറിൽ ഒരു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കരുത്, പ്ലെയിൻ ആയിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഈ പേപ്പർ എടുത്തിട്ട് ഈ പേപ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പേരെഴുതുക. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പേര് എഴുതുകയാണ്. ഒരു പ്രാവശ്യം എഴുതുകയാണ്, മായാദേവി എന്ന് എഴുതുകയാണ്. ഞാനത് എഴുതി, കണ്ടോ? മായാദേവി എന്നെഴുതി. എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആനന്ദം കൊള്ളും, സന്തോഷം കൊള്ളും. ആ പൈസ കിട്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം, അങ്ങോട്ട് ഫീലിങ്സ് അനുഭവിക്കുകയാണ്. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് വീണ്ടും എഴുതുകയാണ്, മായാദേവി. ഞാൻ വീണ്ടും എഴുതി, 2ാമത്തെ പ്രാവശ്യം. അപ്പോഴും ഞാനത് എഴുതുമ്പോൾ ഇങ്ങനെ ഫീലിങ്സ് ഉൾക്കൊള്ളുകയാണ്. ആ പണം കിട്ടിയതും അത് വെച്ച് ചെയ്ത കാര്യങ്ങളും വളരെയധികം സന്തോഷം അനുഭവിക്കുകയാണ്. ഫീലിലേക്ക് അങ്ങോട്ട് മുങ്ങി താഴുകയാണ്. വീണ്ടും എഴുതി, 3ാമത്തെ പ്രാവശ്യം, 4ാമത്തെ പ്രാവശ്യം, 5ാമത്തെ പ്രാവശ്യം, 6ാമത്തെ പ്രാവശ്യം, 7ാമത്തെ പ്രാവശ്യം എഴുതി. ഇങ്ങനെ എഴുതിയിട്ട് ഓരോ പ്രാവശ്യം അതിൻ്റെ സന്തോഷം, ഫീലിങ്സ് ഞാൻ വളരെയധികം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ഇത് 7 പ്രാവശ്യം വെച്ച് 7 ദിവസം ചെയ്യണമെന്നുള്ളതാണ്. ഇത് കഴിയുമ്പോൾ എവിടെന്നെങ്കിലേക്ക് പൈസ വരാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഒത്തുവരും. പൈസ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കാനുള്ള വ്യക്തികൾ നിങ്ങളുടെ അരികിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. ഇത് ഉറപ്പായ കാര്യമാണ്. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുക 7 ദിവസം, കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓണമൊക്കെയാണ്. എല്ലാവർക്കും മുന്നേ തന്നെ ഹാപ്പി ഓണം പറയുകയാണ്. എനിക്ക് നിറയെ പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഓണത്തിന് കുറച്ച് പൈസയൊക്കെ കിട്ടി സന്തോഷിക്കുക, കേട്ടോ. അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.